ഹലോ ഡോക്ടറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. IVFിൻ്റെ സാധ്യതകളെക്കുറിച്ചും ചികിത്സാ രീതിയെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ചേരുന്നത് തിരുവനന്തപുരം യാന ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് ഡയറക്ടറും ചീഫ് കൺസൾട്ടന്റുമായ ഡോക്ടർ വിവേക് പോൾ വിധേയത്തിലാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ആദ്യം തന്നെ IVF എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഹലോ ഡോക്ടർ ആരംഭിക്കാം. എന്താണ് IVF? ഒരു ഇൻഫെർട്ടിലിറ്റി, അതായത് വന്ധ്യത ചികിത്സയിലെ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് IVF ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. വന്ധ്യത എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഒരു കപ്പിൾ നോർമലായിട്ട് ട്രൈ ചെയ്യുന്നു, ഒരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്തിട്ട് ഒരു വർഷമായിട്ടും കുഞ്ഞ് ആവുന്നില്ല എന്ന് പറയുന്നൊരവസ്ഥയാണ് വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഇൻഫെർട്ടിലിറ്റിയിൽ പല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ചെറിയ ട്രീറ്റ്മെൻറ്റുകളുണ്ട്, IUI പോലെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ലാപ്രോസ്കോപ്പിക് കീഹോൾ സർജറി ഉണ്ട്. അത് കഴിഞ്ഞ് വരുന്ന ട്രീറ്റ്മെൻറ്റാണ് ART, ആർട്ടിഫിഷ്യൽ റിപ്രൊഡക്റ്റീവ് ടെക്നീക്ക് എന്ന് പറഞ്ഞാൽ അതിൽപ്പെടുന്ന IVF പോലെ ട്രീറ്റ്മെൻറ്റുകൾ. IVF എന്ന് പറഞ്ഞാൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്നാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം. അത് IVF ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ അത് കുറച്ചും കൂടെ സക്സസ് റേറ്റ്സ് ഉള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. നമ്മൾ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് എന്താണ് പ്രോബ്ലം എന്നുള്ളത് നമുക്ക് അതിനകത്ത് കണ്ടെത്താനായിട്ട് പറ്റും. കാര്യം അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ വൈഫിന് ഒരു ഇഞ്ചക്ഷൻസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം അണ്ടം എടുക്കുന്ന എഗ് കളക്ഷൻ പ്രൊസീജിയറിലൂടെ എഗ് എടുത്ത് ഹസ്ബൻഡ് സ്പേമുമായിട്ട് അത് യോജിപ്പിച്ച് യോജിപ്പിക്കുന്ന പ്രൊസീജിയറാണ് ICSI. ഈ പടത്തിൽ കാണുന്ന പോലെ തന്നെ എഗ്ഗിനകത്തേക്ക് ഒരു സ്പേം ഇഞ്ചെക്ട് ചെയ്യുന്ന ആ പ്രൊസീജിയറിനെയാണ് നമ്മൾ ICSI എന്ന് പറയുന്നത്. ICSI അല്ലെങ്കിൽ IVF, അങ്ങനെ രണ്ട് രീതിയിലാണ് എഗ്ഗും സ്പേമും നമ്മൾ യോജിപ്പിക്കുന്നത്. അത് യോജിപ്പിച്ച് കിട്ടുന്ന ആ ഭ്രൂണം ഗർഭത്തിനകത്തേക്ക് എംബ്രിയോ ട്രാൻസ്ഫർ എന്നുള്ള പ്രൊസീജിയറിലൂടെ ചെയ്യുന്നു. ഈ പടത്തിൽ കാണുന്ന പോലെ ഇപ്പോൾ ആ സ്പേം, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്പേം എടുത്ത് ആ എഗ്ഗിനകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിലൂടെ ഫെർട്ടിലൈസേഷൻ കുറേ കൂടെ കൂടാനും അതിനകത്ത് പോസിറ്റീവ് വരാനുള്ള സാധ്യതകളും കുറേ കൂടെ കൂടുതലാണ്. ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നത് ICSI പോലത്തെ പ്രൊസീജിയേഴ്സിൽ അതിനകത്ത് ഒരു സ്പേം ആണ് നമ്മൾ ആ എഗ്ഗിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ IVF എന്നുള്ള പ്രൊസീജിയറിൽ ഒരു എഗ്ഗിന് ചുറ്റും നമ്മളൊരു കുറച്ച് അധികം സ്പേംസ് മിക്സ് ചെയ്ത് നോർമലായിട്ട് വെച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സ്പേം ഓട്ടോമാറ്റിക്കലി ഫെർട്ടിലൈസ് ചെയ്യുന്നതിനാണ് IVF. അതായത് ഒരു എഗ്ഗിനെയും സ്പേമിനെയും തമ്മിൽ യോജിപ്പിച്ച് ഭ്രൂണമാക്കുന്നതിൻ്റെ രണ്ട് രീതികളാണ് ICSI ട്രീറ്റ്മെൻറ്റും IVF ട്രീറ്റ്മെൻറ്റും. കുറച്ചും കൂടെ സക്സസ്ഫുൾ ആയിട്ടുള്ളത് ICSI ട്രീറ്റ്മെൻറ്റുകളാണ്. അപ്പോൾ അത് കുറേ കൂടെ പേഷ്യൻസിന് വിജയശതമാന സാധ്യത കുറേ കൂടെ അതിനകത്ത് കൂട്ടാം. ഇപ്പോൾ കുറേ കൂടെ കാരണങ്ങൾ നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും. ഇപ്പോൾ എഗ്ഗിൻ്റെ പ്രോബ്ലം കൊണ്ടാണോ അല്ലെങ്കിൽ സ്പേമിൻ്റെ കാര്യം. ഇപ്പോൾ ചില കേസുകളിൽ നമുക്ക് ICSI ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഹസ്ബൻഡിന് സ്പേം കൗണ്ട് വളരെ കുറവാണ്, അല്ലെങ്കിൽ അസൂസ്പെർമിയ പോലെ ട്രീറ്റ്മെൻറ്റുകളാണ്, പോലത്തെ കണ്ടീഷനാണെങ്കിൽ നമുക്ക് കുത്തിയെടുത്ത് ടെസ്റ്റിസിനകത്ത് നിന്ന് മണികളൊന്ന് കുത്തിയെടുത്ത് പരിശോധിച്ച് ആ സ്പേം, ഇപ്പോൾ ഒരു സ്പേമോ രണ്ട് സ്പേമോ കിട്ടുന്നെങ്കിൽ പോലും അത് നമുക്ക് എഗ്ഗിനകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്ത് ICSI ട്രീറ്റ്മെൻറ്റിലൂടെ ഇഞ്ചെക്ട് ചെയ്ത് പോസിറ്റീവ് ആകാനുള്ള സാധ്യത അതിനകത്ത് ഉണ്ട്. ഈ IVF ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത് 1978-ലാണ്. അതുവരെ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകളില്ലായിരുന്നു. അപ്പോൾ അതിനകത്ത് പോസിറ്റീവ് വരാനുള്ള സാധ്യതകൾ കുറേ കൂടെ കുറവായിരുന്നു. പക്ഷേ 1992-ൽ ICSI പോലെ ട്രീറ്റ്മെൻറ്റുകൾ വന്നപ്പോൾ കുറേ കൂടെ വിജയശതമാന സാധ്യത കൂടി. അപ്പോൾ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നതിലൂടെ ഒരു വന്ധ്യത കപ്പിളിന് കുറേ കൂടെ പോസിറ്റീവ് വരാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. ഡോക്ടർ, അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്? ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു, പല കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യം എങ്ങനെയാണ്? ഇപ്പം IVF പോലെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നത് കുറേ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ വൈഫിന്, അതായത് അവരുടെ അണ്ടവാഹിനി കുഴലുകൾ, അതായത് ഫെലോപ്പിയൻ ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും IVF പോലെ ട്രീറ്റ്മെൻറ്റുകളാണ് അവർക്ക് വേണ്ടത്. ഇപ്പോൾ ചെറിയ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് പരാജയപ്പെടുന്നു, IUI പോലെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് പരാജയപ്പെടുമ്പോൾ തീർച്ചയായിട്ടും IVF പോലെ ട്രീറ്റ്മെൻറ്റുകളാണ് അടുത്തത് വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൗണ്ട് വളരെ കുറവാണ്, മോട്ടിലിറ്റി അല്ലെങ്കിൽ അസൂസ്പെർമിയാണ്, അല്ലെങ്കിൽ സ്പേമിൻ്റെ കൗണ്ടും മോട്ടിലിറ്റിയൊക്കെ വളരെ കുറവാണെങ്കിലും നമുക്ക് ICSI അല്ലെങ്കിൽ IVF പോലെ ട്രീറ്റ്മെൻറ്റുകളിൽ അതിനകത്ത് പോസിറ്റീവ് വരാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ചിലപ്പോൾ വൈഫിന് എഗ്ഗിൻ്റെ നമ്പർ വളരെ കുറവായിരിക്കും, അണ്ടത്തിൻ്റെ നമ്പർ വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് കേസുകളിലും അത് നമുക്ക് IVF പോലെ ട്രീറ്റ്മെൻറ്റുകളിൽ പോസിറ്റീവ് വരാൻ സാധ്യതകൾ കൂടുതലാണ്. ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല, കപ്പിൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹസ്ബൻഡ് അബ്രോഡ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ അവർ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ലേറ്റായിട്ട് പ്രഗ്നൻസി ചെയ്ത് കപ്പിളുടെ ഏജ് കുറേ കൂടെ കൂടുതലാണ്. ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളിലാണെങ്കിൽ, ഇങ്ങനെയുള്ള കണ്ടീഷനിലാണെങ്കിലും IVF പോലെ ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു പ്രായത്തിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഈ IVF ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ ഒരു പ്രായപരിധി എങ്ങനെയായിരിക്കും? ഏത് സമയത്താണ്? അപ്പോൾ പ്രായം ഇതിനൊരു തടസ്സമാണോ? എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? പ്രായം തീർച്ചയായിട്ടും ഒരു IVF അല്ലെങ്കിൽ വന്ധ്യത ചികിത്സയിൽ ഏറ്റവും നിർണായകമായൊരു ഘടകമാണ്. പ്രത്യേകിച്ച് ഇപ്പം വൈഫിൻ്റെ ഏജാണ് കുറേ കൂടെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ വൈഫിൻ്റെ ഒരു ഏജ് ഈ പറയുന്ന പോലെ അത് ഒരു 35 ഇയേഴ്സ് അല്ലെങ്കിൽ 40 ഇയേഴ്സിനെക്കാട്ടിലും 40 വയസ്സ് കഴിയുമ്പോൾ കുറച്ചും കൂടെ അണ്ടത്തിൻ്റെ നമ്പറും അതിനകത്തൊരു ക്വാളിറ്റിയിലും ഒക്കെ ഒരു കുറവ് വരാം. ആൻറ്റി മുളേറിയൻ ഹോർമോൺ എന്നുള്ള ഒരു AMH ബ്ലഡ് ടെസ്റ്റ് വെച്ച് നമുക്ക് എഗ്ഗിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത്, അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രായം കൂടുന്നൊരു ഘടകം കൂടുതലും സ്ത്രീകളിലാണ് വരുന്നത്.
അത് പ്രത്യേകിച്ച് ഒരു 40 ഇയേഴ്സ് കഴിയുമ്പോൾ അത് കുറേ കൂടെ എഗ്ഗിൻ്റെ ക്വാളിറ്റീനെയും എഗ്ഗിൻ്റെ നമ്പറും ഒക്കെ ഗണ്യമായിട്ട് അതിനകത്തൊരു കുറയാനുള്ളൊരു അവസ്ഥ വരാറുണ്ട്. ഇപ്പോൾ സ്പേമിനെ സംബന്ധിച്ച് ഹസ്ബൻഡിൻ്റെ ഏജിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കട്ട് ഓഫ് ഇല്ല. എങ്കിലും ഹസ്ബൻഡ് ഏജ് പ്രായം ഒരു 50 or 55 ഇയേഴ്സ്. ഇപ്പം ART റൂൾസ്, ART ഗൈഡ് ലൈൻസ് ഒക്കെ പ്രകാരം നമുക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഏജിന് കട്ട് ഓഫ് ഉണ്ട് അല്ലേ. ഇപ്പം ഹസ്ബൻഡിൻ്റെ ഏജ് 55 വയസ്സിനേക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് IVF പോലെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാൻ സാധ്യം. അത് നിയമപരമായിട്ടുള്ള കോർട്ട് ഓർഡർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പറ്റത്തുള്ളൂ. അപ്പം 55 ഇയേഴ്സിന് താഴെ വരുമ്പോൾ അപ്പോൾ ഒരു ഏജ് കൂടുമ്പം ഈ സ്പേമിൻ്റെ ക്വാളിറ്റി കുറയാം, അതിനകത്തൊരു DNA ഫ്രാഗ്മെൻറ്റേഷൻ കാര്യങ്ങൾ കുറച്ച് കൂടാം, കൗണ്ട് മോട്ടിലിറ്റിയിലൊക്കെ കുറച്ച് കുറവുകൾ ഉണ്ടാവാം. അതുകൊണ്ട് ഏജ് നിർണായകമായ ഒരു കാര്യം തന്നെയാണ് ട്രീറ്റ്മെൻറ്റിൽ. ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ നമ്മൾ ന്യൂസിലൊക്കെ എപ്പോഴും നിറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ലഹരിയുടെ ഉപയോഗം അല്ലേ. അപ്പോൾ അതിനകത്തൊരു ഏജ് ഒരു ഫാക്ടർ നമ്മൾ പറയുമ്പോഴും ഇതും നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും ഇതിനകത്ത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കാര്യം കുറേ യങ് ആയിട്ടുള്ള കപ്പിൾസ്, കുറേ യങ് ആയിട്ടുള്ള സ്കൂൾ സ്റ്റുഡൻസ്, ഇവരെല്ലാവരും കുറേ കൂടെ ഒരു ലഹരി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ മുന്നോട്ടുള്ള ഒരു ഫെർട്ടിലിറ്റിയും അവരുടെ മുന്നോട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലൊക്കെ ഒരു കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആരും അത് പറയാത്തൊരു കാര്യമാണെങ്കിൽ ഇനി അടുത്തൊരു തലമുറയ്ക്ക് തീർച്ചയായിട്ടും അവരുടെ സ്പേം ക്വാളിറ്റിയിലും സ്പേമിനൊക്കെ കാര്യമായിട്ടുള്ളൊരു പ്രോബ്ലം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നും കൂടി പറയുന്നു. ഇപ്പോൾ ഡോക്ടർ, ഇപ്പോൾ IVF എല്ലാവർക്കും ചെയ്യാനാകുമോ? ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം ഇപ്പോൾ ചില സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്കായിക്കോട്ടെ ചില അസുഖങ്ങളുണ്ടാകും. ഇപ്പോൾ ജനറ്റിക്കലി ഉണ്ടാകുന്ന അസുഖങ്ങളുണ്ടാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള അസുഖങ്ങളുള്ളവർക്കും ഇത്തരത്തിലൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കാൻ സാധിക്കുമോ? ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുമ്പോൾ PCOD ഉള്ളവർക്ക് ഇത്തരത്തിലുള്ള പ്രഗ്നൻസി ബുദ്ധിമുട്ടാവുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഫലപ്രദമാണോ? തീർച്ചയായിട്ടും സ്ത്രീകളിൽ പല കണ്ടീഷൻസിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവർക്കൊരു ഇപ്പം നേരത്തെ PCO പറഞ്ഞു, PCOയിൽ ചെറിയ ട്രീറ്റ്മെൻറ്റുകൾ, ടാബ്ലറ്റ്, ഇഞ്ചക്ഷൻസ് എടുക്കുന്ന, ഓവുലേഷൻ നോക്കുന്നു, IUI പോലെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുക്കുന്നു. അതിൽ പോസിറ്റീവ് ആകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് IVF ആലോചിക്കാവുന്നതാണ്. കാര്യം കുറച്ചും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് എന്താണ് പ്രോബ്ലം എന്നുള്ളത്. കാര്യം IVF ചെയ്യുമ്പോൾ നമുക്ക് എഗ്ഗിൻ്റെ ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റും. എഗ്ഗ് എടുത്തിട്ട് എഗ്ഗിൻ്റെ ക്വാളിറ്റി നോക്കി ഇഞ്ചെക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടാകുന്ന എംബ്രിയോൻ്റെ കണ്ടീഷൻ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് എവിടെയാണ് പ്രോബ്ലം നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇപ്പം PCO പോലത്തെ കണ്ടീഷൻസിലത് തീർച്ചയായിട്ടും IVFന് അതിനകത്തൊരു റോളുണ്ട്. എസ്പെഷ്യലി ഒരു സ്റ്റേജ് വരെ ആവുന്നില്ല എങ്കിൽ നമുക്ക് ആലോചിക്കാവുന്നതാണ്. എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ചോക്ലേറ്റ് സിസ്റ്റ് അങ്ങനെ ഉണ്ടാകുന്ന കണ്ടീഷൻസിലും IVF ട്രീറ്റ്മെൻറ്റ് നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എഗ്ഗ് വളരെ കുറഞ്ഞു പോകുന്നു, ഡിമിനിഷ്ഡ് ഒവേറിയൻ റിസർവ്, എഗ്ഗിൻ്റെ നമ്പർ കുറവ്, എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറവ്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും IVF ട്രീറ്റ്മെൻറ്റ് ആവുന്നതാണ്. ഏജ് കൂടുതലാണെങ്കിലും IVF ട്രീറ്റ്മെൻറ്റ് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ തീർച്ചയായിട്ടും IVF പോലെ ട്രീറ്റ്മെൻറ്റ് ഫലപ്രദമായിരിക്കും. അതിന് സക്സസ് റേറ്റുകൾ കുറേ കൂടെ കൂടുതലായിരിക്കും. ഡോക്ടർ, ഇപ്പോൾ ഈ ഒരു ചികിത്സയ്ക്ക് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കേണ്ടി വരും? ഈ ഒരു കപ്പിളാവുന്ന ആൾക്കാർ എന്തൊക്കെ മുൻകരുതലുകളാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് മുന്നേ ശ്രദ്ധിക്കേണ്ടത്? പൊതുവേ വന്ധ്യത ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫേസിൽ നമ്മളെപ്പോഴും പറയാറുള്ളൊരു കാര്യം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരുമിച്ച് ഇവാലുവേറ്റഡ് ആവണം എന്നുള്ളത്, ഹസ്ബൻഡ് ഒരുമിച്ച് വരണം എന്നുള്ളതാണ് നമ്മൾ പറയാറ്. കാര്യം ഇൻഫെർട്ടിലിറ്റിയിൽ 50% കാരണങ്ങളാൽ പുരുഷന്മാരുടെ കാരണങ്ങളാലും 50% സ്ത്രീകളുടെ കാരണങ്ങളാലുമാണ് ഉണ്ടാവാറ്. അപ്പോൾ ചിലപ്പം ഒരു 40% രണ്ടുപേരുടെയും കാരണങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും രണ്ടുപേരും ഒരുമിച്ച് വരണം. രണ്ടുപേർക്കും ചിലപ്പം പ്രോബ്ലംസ് ഉണ്ടാവാം. അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു IVF അല്ലെങ്കിൽ ഒരു വന്ധ്യ ട്രീറ്റ്മെൻറ്റിലോട്ട് കിടക്കുമ്പോൾ തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് പേഷ്യൻസ് കപ്പിളിൻ്റെ അടുത്ത് പറയുന്നത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. കാര്യം ഒരു കുഞ്ഞ് എന്നുള്ളൊരു വലിയ സ്വപ്നം, ആ വലിയൊരു ഒരു 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 കാര്യത്തിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു പ്രിപ്പറേഷൻ സൈക്കോളജിക്കലി ആണെങ്കിലും മെൻ്റലി ഉള്ള കാര്യങ്ങളാണെങ്കിലും ഹെൽത്ത് വൈസ് ആണെങ്കിലും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നേരത്തെ പറഞ്ഞ PCO പോലത്തെ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വെയിറ്റ് റിഡക്ഷൻ, ഡയറ്റ്, എക്സസൈസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എക്സസൈസ്, വെയിറ്റ് റിഡക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു കറൻറ്റ് ബോഡിയിൽ ഒരു 10% വെയിറ്റ് റിഡക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ എഗ്ഗിലുണ്ടാവുന്ന ക്വാളിറ്റി ഓഫ് എഗ്ഗുകൾ കുറേ കൂടെ കൂടും. അവർക്ക് നോർമലായിട്ട് കൺസീവ് ചെയ്യാനുള്ള സാധ്യതകളുണ്ടാവാം. പോസിറ്റീവ് ആയാലും, ഇപ്പോൾ IVF ചെയ്ത് പോസിറ്റീവ് ആയാലും അബോർഷൻസ് ഉള്ള സാധ്യതകൾ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ബോഡിയിലുള്ള ആൻറ്റിജൻ കണ്ടൻറ്റ് പലതും കുറയും, ഹോർമോൺ ഇംബാലൻസുകൾ പലതും റെഡിയാവും. അപ്പോൾ അങ്ങനെ ആ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഒരു ഫാസ്റ്റ് ഫുഡായിട്ട് പുറത്തുനിന്ന് കഴിക്കുക, അങ്ങനെയുള്ള പല സംഭവങ്ങളിലൂടെ എക്സസൈസ് ഇല്ലായ്മ, അങ്ങനെ കുറേ പ്രോബ്ലംസൊക്കെ ഉള്ളത് ആ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് കാര്യമായിട്ടും ഇൻഫെർട്ടിലിറ്റി കൂടാനുള്ളൊരവസ്ഥ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു 10-15 വർഷം മുന്നേ എൻ്റെ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്, IVF ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പം ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു ഇൻസിഡൻസ് കുറവായിരുന്നു. ഒരു 10%
നിന്നും അതൊരു 15% മുകളിലാണ് ഇപ്പം ഇൻസിഡൻസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി വളരെ കൂടിയിട്ടുണ്ട്. അത് കുറേയൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളുടെ ഒരു ചേഞ്ചസ് കാരണമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് റെക്ടിഫൈ ചെയ്തിട്ട്, അതായത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റിലോട്ട് പോകാനായിട്ട് പറ്റും. അതുപോലെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ സ്മോക്കിംഗ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. പുകവലിക്കുക എന്ന് പറയുമ്പോൾ അത് സ്പേമിൻ്റെ ക്വാളിറ്റീനെ, കൗണ്ട്, മോട്ടിലിറ്റി, അല്ലെ DNA ഡാമേജ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത, DNA ഫ്രാഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലായതുകൊണ്ട് തീർച്ചയായിട്ടും അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഞാൻ ഈ മദ്യപാനം, ആൽക്കഹോളിസം ഒക്കെ തീർച്ചയായിട്ടും സ്പേമിൻ്റെ ക്വാളിറ്റീനെയൊക്കെ ബാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രഗ്, സബ്സ്റ്റൻസ് അബ്യൂസ്, അതെല്ലാം കാര്യമായിട്ടുള്ളൊരു തകരാറുകൾ ബീജത്തിനുണ്ടാവുകയും വന്ധ്യത എന്നുള്ള രൂക്ഷ പ്രശ്നത്തിലേക്ക് ഉണ്ടാകാനുള്ള പോസിബിലിറ്റികൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ഈ ഒരു ഹെൽത്തായിട്ട് ഉള്ളൊരു ഹെൽത്ത് പരമായ രീതിയിൽ സ്ത്രീകൾ പല രീതിയിലും ഈ പറഞ്ഞ പോലെ വെയിറ്റ് റിഡക്ഷൻ ഡയറ്റ് എക്സസൈസിലൂടെയും പിന്നെ ഇടയ്ക്കൊരു ചെക്കപ്പൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ഓവുലേഷൻ കൃത്യമായി നടക്കുന്നു, ഈ കാര്യം നോക്കാം, ഹസ്ബൻഡ് സെമൻ ടെസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാം നോക്കിയിട്ട് എല്ലാം ക്ലിയർ ആണോ എന്നൊക്കെ നോക്കി അവരുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഹെൽത്തി ഡയറ്റ്, ഫുഡിൽ നല്ല റോളുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള സ്പേമിൻ്റെ ഇതൊക്കെ കൂട്ടാനുള്ള സ്പേം അങ്ങനെ ഡയറ്റ് ഒക്കെ നോക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് പ്രിപ്പറേറ്ററി ഫേസിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മെൻ്റലായിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള ഒരു കൗൺസിലിംഗ് നമ്മൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അത് കപ്പിൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. അവർ പേരൻസ് ആവാൻ പോകുന്നു എന്നുള്ള ഒരു യാത്രയുടെ ഒരു തുടക്കമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അൺനെസസറി ആയിട്ടുള്ള സ്ട്രെസ്സുകൾ, വറീസ്, ഫാമിലിക്കകത്തുള്ള കോൺഫ്ലിക്റ്റുകൾ, ഹസ്ബൻഡ് വൈഫിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, വീട്ടുകാരായിട്ടുള്ള ഇതെല്ലാം എല്ലാത്തിൻ്റെയും മുകളിൽ ഇരുന്നുകൊണ്ട് ഒരു ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് തന്നെ അഡീഷണലായിട്ട് സ്ട്രെസ്സ് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു സൈക്കോളജിക്കലായിട്ടുള്ള സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നോക്കിയ വളരെ പോസിറ്റീവ് ഔട്ട്ലുക്കോടുകൂടി ഈ ട്രീറ്റ്മെൻറ്റുകളിലേക്ക് വരിക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഡോക്ടർ സംസാരത്തിനിടയിൽ പറഞ്ഞു ഈ ഒരു ട്രീറ്റ്മെൻറ്റിനിടയിൽ ഉണ്ടാകുന്ന അബോർഷനെ പറ്റിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത കൂടുതലാണോ കുറവാണോ? ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഗോകുലാണ്. ഗൂഗിൾ ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ കേൾക്കാമോ? പറഞ്ഞോളൂ ഗൂഗിൾ, കേൾക്കാം. ഡോക്ടർ, ഞാൻ റീസെന്റ് മാരീഡ് ആയ ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്റെ വൈഫിന് PCOS ഉണ്ട്. അപ്പൊ ഞങ്ങളൊരു 1 ഇയറിന് ശേഷമാണ് പിന്നെ കുട്ടികൾക്ക് വേണ്ടി ശ്രമിക്കാൻ ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത് നിലവില്. അപ്പൊ ഈ PCOS ഉണ്ടായ സാഹചര്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഈ സ്പേം ടെസ്റ്റ് ഒക്കെ എടുക്കണം, അതിന്റെ ഫെർട്ടിലിറ്റി ടെസ്റ്റ് ഒക്കെ എടുക്കണം എന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രാധാന്യത്തെ പറ്റി ഒന്ന് പറയാമോ ഡോക്ടർ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ആ നിലയിൽ പ്ലാൻ ചെയ്യാമല്ലോ. ഓക്കെ. വൈഫിന് വെയിറ്റ് വളരെ കൂടുതലാണോ, ഓവർ വെയിറ്റ് ഗെയിൻ ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല, നോർമലാണോ? അല്ല ഡോക്ടർ, ഇപ്പം ഈ PCOS വന്നതിന് ശേഷം നേരിയ രീതിയിൽ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഡയറ്റിലൂടെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ഈ കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇവാലുവേഷൻ തുടങ്ങുന്നത്. പക്ഷേ എന്നാലും അത് നിർബന്ധമായിട്ട് അങ്ങനെ വെക്കണം എന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കണ്ടീഷൻസിലാണെങ്കിൽ ഇപ്പം നമുക്കറിയാം വൈഫിന് ഇപ്പം പീരിയഡ്സ് ഇറഗുലർ ആവുന്നു, വെയിറ്റ് ഗെയിൻ ഉണ്ട്, അല്ലെങ്കിൽ സ്കാനിങ്ങിൽ നോക്കുമ്പോൾ ഒരു പോളിസിസ്റ്റിക് ഓവറി പോലൊരു സംഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു 1 ഇയർ വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. ഇതിനകത്ത് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ശരിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന പോലെ വൈഫിന് ഒരു വെയിറ്റ് റിഡക്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10% ഓഫ് ദ ബോഡി വെയിറ്റ്, ഇപ്പോൾ ഒരു 6 കിലോയോ 7 കിലോയോ ഒക്കെ കുറയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്ന എഗ്ഗിൻ്റെ ക്വാളിറ്റിയും കുറേ കൂടെ ബെറ്റർ ആവും. നോർമലായിട്ട് ഓവുലേഷൻ വരാനുള്ള സാധ്യതകളുണ്ടാവും. പിന്നെ ഫ്യൂച്ചറായിട്ടുള്ള ഫെർട്ടിലിറ്റിയിലും ഈ മിസ്കാരേജ്, അബോർഷൻസ് ഒക്കെ വരാനുള്ള ചാൻസുകളും കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ നല്ലൊരു വെയിറ്റ് റിഡക്ഷൻ ഡയറ്റ് എക്സസൈസ് തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് റീസൺ എന്ന് പറഞ്ഞാൽ പറ്റുവാണെങ്കിൽ ഒരു സ്കാനൊക്കെ നോക്കിയിട്ട് നോർമലായിട്ട് ഓവുലേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ഇപ്പോഴല്ല, അത് കുറച്ചൊരു 3-4 മാസം, ഒരു 2-3 മാസമെങ്കിലും ഒരു വെയിറ്റ് റിഡക്ഷൻ കഴിഞ്ഞിട്ട് അത് നോക്കാവുന്നൊരു കാര്യമാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിളിൻ്റെ സെമൻ അനാലിസിസ് നോക്കുന്നത് തീർച്ചയായിട്ടും വേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് അതിനുവേണ്ടി ഒരു 1 ഇയർ വെയിറ്റ് ചെയ്യണമെന്നില്ല. ഇപ്പം നോക്കാം, സാമ്പിൾ നോക്കിയിട്ട് കൗണ്ടിൽ സ്പേം കൗണ്ട് നോർമലാണോ, മോട്ടിലിറ്റി, മോർഫോളജി നോർമലാണോ, അതെല്ലാം നോക്കി വെക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, അത് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ബിക്കോസ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 40% കേസുകൾ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും രണ്ടും ഫാക്ടേഴ്സ് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചികിത്സിച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഇതിലോട്ട് പോകുക എന്നുള്ളത് വേണ്ട. രണ്ടും സൈമിൾട്ടേനിയസ്ലി ഇവാലുവേറ്റ് ചെയ്യുന്നത് നല്ല. ഇപ്പോൾ അറിയാം, ഓക്കെ ചെറിയൊരു PCO ഫാക്ടർ ഉണ്ട്, അപ്പോൾ അത് ക്ലീൻ ആക്കുന്നതിന് പോലെ തന്നെ ഗൂഗിളിൻ്റെ സെമൻ ടെസ്റ്റ് നോക്കി അത് ക്ലിയർ ആണോ എന്ന് നോക്കി അത് രണ്ടും മുന്നോട്ട് കൊണ്ടുപോയി മേ ബി ഈ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ട് ഓവുലേഷൻ ആവുന്നുണ്ടോ ഇതെല്ലാം നോക്കിയതിന് ശേഷം ഒരു നല്ലൊരു അത്യാവശ്യം വെയിറ്റ് റിഡക്ഷൻ വന്നതിന് ശേഷം ട്രീറ്റ്മെൻറ്റുകൾ എടുത്ത് തുടങ്ങാവുന്നതാണ്. കാര്യങ്ങൾ അതിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട്.
പ്രേക്ഷകന് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ നേരത്തെ സംസാരിച്ചത് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴുണ്ടാകുന്ന അബോർഷനും അതിൻ്റെ സാധ്യതകളും അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്താണ്, അതിനെപ്പറ്റി ഒന്നുകൂടെ സംസാരിക്കാം. സാധാരണ ഒരു IVF ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ അതിനകത്ത് ആ പ്രൊസീജിയർ ചെയ്യുന്നത് കൊണ്ട് അബോർഷൻ റേറ്റ് കൂടണമെന്നില്ല. പക്ഷേ സാധാരണ ഒരു സ്ത്രീക്ക് സാധാരണ ഒരു കപ്പിളിന് നോർമലായ ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല, നോർമലായി കൺസീവ് ആകുന്ന ഒരാൾക്ക് പോസിറ്റീവായി കഴിഞ്ഞിട്ട് ഒരു അബോർഷനുള്ള സാധ്യത എത്രയോ അത്രമാത്രം തന്നെയാണ് ഒരു IVF ട്രീറ്റ്മെൻറ്റിലൂടെ വരാനുള്ളൊരു അബോർഷൻ ചാൻസും. നമ്മൾ IVF ചെയ്യുമ്പം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, IVF ട്രാൻസ്ഫർ എംബ്രിയോ ഉള്ളിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫറാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ശീതീകരിച്ചിട്ടാണ് ഭ്രൂണം വയ്ക്കുന്നതെങ്കിൽ കുറച്ച് മെഡിസിൻ സപ്പോർട്ടുകൾ വേണ്ടി വരാം. കാര്യം ഓവറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് നമ്മൾ പുറത്തുനിന്ന് കൊടുക്കേണ്ടതായിട്ടൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഈസ്ട്രജനും പ്രൊജസ്ട്രോൺ ഹോർമോൺസ് പുറത്തുനിന്ന് സപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ പ്രഗ്നൻസി ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്യും. ലൂട്ടിയൽ ഫേസ് ഡിഫക്റ്റ്, അതായത് പ്രഗ്നൻസി മുന്നോട്ട് പോകുമ്പോൾ ഗർഭപാത്രത്തിനകത്ത് ഭ്രൂണം വളരുമ്പോൾ പുറത്തുനിന്ന് കിട്ടുന്ന ഈ ഹോർമോൺസിൻ്റെ അമൗണ്ട് കുറയുകയാണെങ്കിൽ, അങ്ങനെ ആ ലൂട്ടിയൽ ഫേസിൽ വരുന്ന ഒരു കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു അബോർഷനിലൊക്കെ ഒരു പോസിബിലിറ്റി വരാം. അതുകൊണ്ട് തന്നെ ഈ ഹോർമോൺ സപ്ലിമെൻറ്റേഷൻ യൂട്രസിൽ വളരുന്ന ഭ്രൂണത്തിന് ഉള്ള ഹോർമോൺ ആഡിക്വറ്റായിട്ട്, കൂടുതലല്ല ആഡിക്വറ്റായിട്ട് അത് കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അബോർഷൻസ് പല കാരണങ്ങളാൽ വരാം. ഇപ്പോൾ ചിലപ്പോൾ ഒരു 12 ആഴ്ചയ്ക്കകത്ത് വരുന്ന ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ വരുന്ന അബോർഷൻസ് കൂടുതലും ജനിതകമായ കാര്യങ്ങൾ കൊണ്ടാവാം. അപ്പോൾ അങ്ങനെ വരുന്ന കണ്ടീഷൻസിൽ നമ്മളിപ്പം മരുന്നുകൾ സൂട്ടിസിവി സപ്പോർട്ട് കൊടുത്തതുകൊണ്ടോ നല്ലൊരു ട്രീറ്റ്മെൻറ്റും പേഷ്യൻ്റ് വളരെ റെസ്റ്റും കാര്യങ്ങളും കെയർഫുള്ളായിട്ട് നോക്കുകയാണെങ്കിലും നമുക്കെപ്പോഴും ഉണ്ടാവാം, അല്ലേ, അയ്യോ ഞാൻ കുറച്ചും കൂടെ റെസ്റ്റ് എടുത്തിരുന്നെങ്കിൽ ഈ അബോർഷൻ ഒഴിവാകുമായിരുന്നു. അപ്പോൾ എല്ലാ കേസും നമുക്ക് അബോർഷനുകൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. നല്ലൊരു റെസ്റ്റ് എടുത്തെങ്കിൽ നല്ലൊരു മരുന്നുകൾ കൊടുത്ത് നല്ല ലൂട്ടിൽ ഫേസ് ഡിഫക്റ്റ് എല്ലാം ക്ലിയർ ചെയ്ത് കറക്റ്റ് ചെയ്താലും കുഞ്ഞിന് തന്നെ ജനറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം, ക്രോമസോം അബ്നോർമാലിറ്റികൾ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാകുന്ന പ്രോബ്ലംസ് കാരണം ഈ പറയുന്ന പോലെ ചിലപ്പം നോർമലായിട്ട് കുഞ്ഞ് ആദ്യം ചിലപ്പോൾ ഒരു 6 ആഴ്ചയാകുമ്പോൾ ഹാർട്ട് ബീറ്റ് കാണാം, പക്ഷേ 8-9 ആഴ്ചയാകുമ്പോൾ ഹാർട്ട് ബീറ്റ് നിന്ന് പോകുന്ന ഒരവസ്ഥ. നമ്മളത് കാരിയോടൈപ്പിങ്ങിന് ആ സാക്ക് കുഞ്ഞിൻ്റെ ഫീറ്റസ് വിടുമ്പം അതിനകത്ത് ക്രോമസോം അബ്നോർമാലിറ്റി കാണുന്നു. നല്ലൊരു ശതമാനം, അതായത് ഒരു 80% മുകളിലും ക്രോമസോം അബ്നോർമാലിറ്റീസ് ആണ് ഈ ആദ്യത്തെ ഒരു 12 ആഴ്ചയിൽ അബോർഷന് കാരണം. അപ്പോൾ അതുകൊണ്ട് ക്രോമസോം പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് തടയാൻ പറ്റുന്ന കാര്യമല്ല, പക്ഷേ അത് നമുക്ക് ചെക്ക് ചെയ്തിട്ട് അതായിരുന്നു കാരണം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അല്ലാതെ കുറേ സെഗ്മെൻറ്റ് കാര്യങ്ങൾക്ക് നമുക്ക് സപ്പോർട്ടിലൂടെയും നല്ല കെയറിലൂടെയും ട്രീറ്റ്മെൻറ്റിലൂടെയും അബോർഷൻസ് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ടും ഒരു ഹെൽത്തി ആൻഡ് സേഫ് പ്രഗ്നൻസിയിലേക്ക് പോകാനായിട്ട് ഒരു പോസിബിലിറ്റി അതിനകത്ത് ഉണ്ട്. ഡോക്ടർ, നമ്മൾ IVF ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ചികിത്സാ രീതിയെക്കുറിച്ച് ഇനി സംസാരിക്കാം. ഇതിൻ്റെ നൂതന സംവിധാനങ്ങൾ എങ്ങനെയാണ്, എത്രത്തോളം സമയം ഇതിന് അനിവാര്യമാണ്, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് സംസാരിക്കാം. അപ്പം IVF ട്രീറ്റ്മെൻറ്റ് പറയുമ്പോൾ അത് കുറച്ചും കൂടി ഇൻഫെർട്ടിലിറ്റിയിൽ കുറച്ചും കൂടി സക്സസ്ഫുൾ ആയതും കുറച്ചും കൂടി വിജയശതമാന സാധ്യത വളരെ കൂടുതലും ഒക്കെ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. അപ്പം അതിനകത്ത് നല്ല ഒരു പ്ലാനിങ്ങിൻ്റെ ഒരു ആവശ്യമുണ്ട്. കാര്യം നമുക്കത് കുറച്ച് ലെങ്തി, കുറച്ച് നീളമുള്ള പ്രൊസീജിയറും കൂടെയാണത്. അപ്പം അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരെ നമ്മൾ ഒരുമിച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നു. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല, ഹോർമോൺ ഇതെല്ലാം കറക്റ്റഡായി എല്ലാം കഴിഞ്ഞതിന് ശേഷം കൗൺസിലിംഗ് സെഷൻസ് ഉണ്ട്, എംബ്രിയോളജി പരമായ രീതിയിൽ കൗൺസിലിങ്സ് ഉണ്ട്. അതിൻ്റെ പ്രൊസീജിയർ ഡീറ്റെയിലിംഗ് എല്ലാം കപ്പിൾ കംപ്ലീറ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത്. ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം വൈഫിന് ഇഞ്ചക്ഷൻസ് ആണ് ഉള്ളത്. ആദ്യം ഒരു 10 ദിവസത്തെ ഒരു ഇഞ്ചക്ഷൻ അതിനകത്ത് ഉണ്ട്. 10 ദിവസം ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ആണ് ഈ എഗ് കളക്ഷൻ പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ ഈ എഗ് കളക്ഷൻ പ്രൊസീജിയർ ചെയ്ത് അതൊരു ചെറിയൊരു മൈനർ ഓപ്പറേഷനിലൂടെയാണ് ഈ എഗ് കളക്ഷൻ പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പോൾ ടോട്ടലായിട്ടുള്ള ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇഞ്ചക്ഷൻസ് ഒരു 10 ദിവസം, ഇപ്പോൾ ഒരു 2 ആഴ്ചക്കകത്ത് 15 ദിവസത്തിനകത്ത് നമുക്ക് എഗ് കളക്ഷൻ ഇഞ്ചക്ഷൻസ് എടുക്കുകയും എഗ് കളക്ഷൻ പ്രൊസീജിയർ IVF ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എംബ്രിയോ ആക്കി എംബ്രിയോ ട്രാൻസ്ഫർ വരെ ചെയ്യാൻ, ഭ്രൂണ ഉള്ളിൽ നിക്ഷേപിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു 15 ദിവസത്തിൽ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ കുറേ പേഷ്യൻസ് അബ്രോഡ് വരുന്നുണ്ട്, വേറെ രാജ്യങ്ങളിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ അവർക്കൊരു ലീവിൻ്റെ ഒരു കൺസ്ട്രെയിൻ കാര്യങ്ങൾ, അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യങ്ങൾ തന്നെ ഇതാണ്. നമുക്കൊരു ആദ്യം ഒരു വീഡിയോ കൺസൾട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അവർക്ക് എത്ര ദിവസം വേണം. അപ്പം നമ്മൾ സാധാരണ പറയാറ് ഒരു 15 ദിവസം മിനിമം ഉണ്ടെങ്കിൽ പീരീഡിൻ്റെ 2ാമത്തെ ദിവസം വന്നു കഴിഞ്ഞ് നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുത്ത് കൃത്യമായിട്ടൊരു 15 ഡേയ്സിനകത്ത് ഭ്രൂണം തിരിച്ച് വെച്ച് അവർക്ക് പോകാവുന്നതാണ്. അതാണ് ഒരു ഏറ്റവും മിനിമം ടൈം എന്ന് പറയുന്നത്. പക്ഷേ ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ നമുക്ക് എഗ് കളക്ഷൻ ചെയ്ത് എംബ്രിയോ ആക്കി ഭ്രൂണം ശീതീകരിച്ച് വെച്ച് ഫ്രീസ് ചെയ്ത് വെച്ചതിന് ശേഷം 1 മാസം വിട്ടിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ട്രാൻസ്ഫറിലേക്ക് ഒരു ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫറായിട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടൈം കുറച്ചും കൂടെ വേണ്ടി വരാം. അതിനകത്ത്
നമ്മളിപ്പം ഭ്രൂണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇക്സി പോലെ പ്രൊസീജിയർ ചെയ്ത് ആ ഭ്രൂണം ഡേ 2 രണ്ടാമതോ മൂന്നാമത് ദിവസമായ ക്ലീവേജ് സ്റ്റേജ് എംബ്രിയോ ആയിട്ടോ 5ാമത്തെ ദിവസമായിട്ടോ ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ടോ ഫ്രീസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ട്രാൻസ്ഫർ ചെയ്യുമ്പം കോംപ്ലിക്കേഷൻസ് മറ്റേ അമ്മയ്ക്ക് വരാനുള്ള കോംപ്ലിക്കേഷൻസ് കുറച്ചുകൂടെ കുറവാണ്. സക്സസ് റേറ്റ്സ് മാർജിനലി കുറച്ചും കൂടെ കൂടുതലായിരിക്കാം. പിന്നെ അങ്ങനെ കുറച്ചും കൂടെ ഒരു അപ്പോൾ ചിലർക്ക് എല്ലാവരും കൂടെ ഒരു പുറത്തുനിന്ന് വരുന്ന കപ്പിൾസിന് ചിലപ്പം അല്ലെങ്കിൽ പേഷ്യൻസിനാണെങ്കിൽ പോലും ഒരു 15 ഡേയ്സ് ബ്രേക്ക് എടുത്ത് പിന്നെ ആ ട്രാൻസ്ഫർ കഴിയുമ്പോൾ കുറച്ചും കൂടെ കെയർഫുൾ ആയിരിക്കണം, കുറച്ചും കൂടെ റെസ്റ്റ് വേണ്ടി വരാം. അപ്പോൾ അതുകൊണ്ട് അവരുടെ ലീവിൻ്റെ സമയത്ത് വേണമെങ്കിൽ ട്രാൻസ്ഫർ പ്ലാൻ ചെയ്യാറുണ്ട്. പല കപ്പിൾസും ഈ വരാൻ പോകുന്ന ഈ വെക്കേഷനിലോ അവരുടേതായ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിലും ട്രാൻസ്ഫർ പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. നേരത്തെ ചോദിച്ച നൂതനമായ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഭയങ്കരമായിട്ടുള്ള ചേഞ്ചുകൾ വരുന്ന ഒരു ഫീൽഡാണ് IVF ഇക്സി പോലെ ട്രീറ്റ്മെൻറ്റ് ഒരു ചെയ്യുന്ന മേഖല. കാര്യം ലോകത്തെമ്പാടും കുറേ ഏറെ സ്റ്റഡികൾ നടക്കുകയും ആ സ്റ്റഡികൾ വരുന്ന കുറേ ഡേറ്റ വെച്ചിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റിനകത്ത് റിഫൈൻമെൻറ്റ് കൊണ്ടുവരാനും സക്സസ് റേറ്റുകൾ കൂട്ടാനും വളരെ നല്ല രീതിയിൽ നമുക്ക് പറ്റും. അപ്പോൾ നമ്മളുടെ ട്രീറ്റ്മെൻറ്റിൽ എപ്പോഴും ഈ സക്സസ് റേറ്റുകൾ കൂട്ടാനായിട്ടും നമ്മൾ ഈ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് കൊണ്ടുവരാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം ഇക്സി പോലെ ട്രീറ്റ്മെൻറ്റുകളിൽ കാരണം കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ട് പീസോ ഇക്സി പോലെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാം. അതായത് നമുക്ക് ഇപ്പം അതൊരു എഗ്ഗിന് ഏജ്ഡ് ആയിട്ടുള്ള എഗ്ഗ് ആണെങ്കിലോ എഗ്ഗിൻ്റെ നമ്പർ കുറവാണെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഫ്രജൈലായിട്ടുള്ള എഗ്ഗൊക്കെ ആണെങ്കിൽ ആ എഗ്ഗിനകത്ത് പീസോ ഇക്സി അതായത് ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ട്രോമ വരാത്ത രീതിയിൽ ചെറിയ വൈബ്രേഷൻ വെച്ച് നമുക്ക് പീസോ ഇക്സി ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സക്സസ് റേറ്റുകൾ കുറേ കൂടെ കൂടുതലാണ്. അത് കേരളത്തിൽ തന്നെ വളരെ കുറച്ച് സ്ഥലങ്ങളിലേ അതുള്ളൂ. പിന്നെ നമുക്ക് സ്പേംസ് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് മൈക്രോടെസ പോലെ പ്രൊസീജിയർ ചെയ്ത് അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് സ്പേം എടുത്ത് ഇക്സി ചെയ്യാനായിട്ട് പറ്റും. ഇക്സി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഐഫ് ഇക്സി ട്രീറ്റ്മെൻറ്റുകളിൽ നമുക്ക് സ്പേം ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സ്പേം സെലക്ഷൻ പോലത്തെ അതായത് സൈമോട്ട് പോലെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിൽ ഏറ്റവും DNA ഫ്രാഗ്മെൻറ്റേഷൻ കുറഞ്ഞ സ്പേം വെച്ച് ഇഞ്ചെക്ട് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. എംബ്രിയോ കുറച്ചും കൂടെ എഗ്ഗ് സ്പേം യോജിക്കാനായിട്ട് നമുക്ക് കാൽസ്യം അയണോഫോർ പോലെ ട്രീറ്റ്മെൻറ്റുകളിൽ ഫെർട്ടിലൈസേഷൻ റേറ്റ്സ് കുറേ കൂടെ കൂട്ടാനായിട്ട് പറ്റും. പിന്നെ ഈ ഭ്രൂണമായിക്കോട്ടെ അതിൻ്റെ ഡേ 2 അല്ലെങ്കിൽ ഡേ 5 നമുക്ക് സീക്വൻഷ്യൽ ട്രാൻസ്ഫർ ആയിട്ടോ ബ്ലാസ്റ്റോസിസ് ട്രാൻസ്ഫർ ആയിട്ടോ പറ്റും. അതുപോലെ തന്നെ എംബ്രിയോ വെച്ച് കഴിഞ്ഞ് കൺട്രാക്ഷൻസ് വരാതിരിക്കാൻ അറ്റോസിബാൻ ഇഞ്ചക്ഷൻ, എംബ്രിയോ കുറച്ചും കൂടെ അറ്റാച്ച് ആവാനായിട്ട് എംബ്രിയോ ഗ്ലൂ പോലെ ട്രീറ്റ്മെൻറ്റുകളും പിന്നെ തൈമോസിൻ ആൽഫ പോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ പറയുന്ന പോലെ ബോഡിയിൽ അമ്മയുടെ ചില പേഷ്യൻസ് അങ്ങനെയാണല്ലോ നമ്മൾ IVF കുറച്ചധികം പ്രാവശ്യം ചെയ്തു, പക്ഷേ എന്താണ് കാരണം എന്ന് ഒരു ഡോക്ടറും പറഞ്ഞില്ല. എഗ്ഗ് ഭ്രൂണം നല്ലതായിരുന്നു വെച്ചു എല്ലാ കണ്ടീഷൻസും ഓക്കെ ആണെങ്കിലും വരാതെ കണ്ടീഷൻസ് പോസിറ്റീവ് ആകാത്ത കണ്ടീഷൻസ് ചിലപ്പം തൈമോസിൻ ആൽഫ പോലെ അതായത് അമ്മയുടെ അകത്ത് ഇമ്മ്യൂണോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് റിജക്റ്റ് ആവുന്നതാവാം. അതുകൊണ്ട് അങ്ങനെ തൈമോസ് ഇപ്പം തന്നെ വെരി റീസെൻ്റ് നമുക്ക് അതുപോലത്തെ ഇഞ്ചക്ഷൻസൊക്കെ പോസിറ്റീവ് ആകാനായിട്ട് നമുക്ക് പറ്റും. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ട്രീറ്റ്മെൻറ്റിനകത്ത് ഇപ്പോൾ പെട്ടെന്ന് പേരെടുത്ത് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ, പക്ഷേ ഇതെല്ലാം വളരെ നിർണായകമായ ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അങ്ങനെ പല രീതിയിൽ നമ്മൾക്ക് അതിനകത്ത് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് കൊണ്ടുവരികയും ആ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിലൂടെ ഡിഫിക്കൽട്ടായിട്ടുള്ള IVF പേഷ്യൻസ് കാര്യം നമ്മുടെ കുറേ പേഷ്യൻസ് പല IVFകൾ ചെയ്ത് നെഗറ്റീവ് ആവുന്ന പേഷ്യൻസിനെ നമുക്ക് പോസിറ്റീവ് ആക്കാൻ ഈ ഉള്ള അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് വളരെ സഹായകരമാകും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡോക്ടർ, ഇപ്പോൾ ഈ ഒരു ചികിത്സയുടെ ചെലവ് ഇതിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാമോ? കാരണം എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണിത്, ഒരുപാട് ചിലവേറിയ ഒരു ട്രീറ്റ്മെൻ്റ് ആണോ അങ്ങനെയൊക്കെ? അപ്പം IVF ട്രീറ്റ്മെൻറ്റ് സാധാരണ ട്രീറ്റ്മെൻറ്റിനേക്കാളും കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. അത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ IVF ട്രീറ്റ്മെൻറ്റിൽ വൈഫിന് ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷൻസ്, പിന്നെ അതിൻ്റെ കൺസ്യൂമബിൾസ്, പിന്നെ പ്രൊസീജിയറിൻ്റെ കോസ്റ്റുകൾ, മരുന്നുകൾ ഇതെല്ലാം വരുന്നതുകൊണ്ടാണ് ആ ഒരു കോസ്റ്റ് വരുന്നത്. പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇത് അഫോർഡബിളായിട്ട് പേഷ്യൻറ്റിന് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധ കൊടുക്കുന്ന ഒരു കാര്യമാണ്. കാര്യം എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഞാനൊരു 15 വർഷം മുന്നേ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുമ്പം IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവായിരുന്നു. അവർക്ക് ആലോചിക്കാനോ ചിന്തിക്കാനോ പോലും പറ്റാറില്ല. പക്ഷേ അതിൽ നിന്ന് കാര്യം കുറേ മാറിയിട്ടുണ്ട്. കുറേ ആൾക്കാരുടെ അവയർനെസ് കുറേ കൂടി IVF ട്രീറ്റ്മെൻറ്റ് കുറേ കൂടെ അഫോർഡബിൾ ആക്കി കൊണ്ടുവരുന്നു. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം സാധാരണ ആയിട്ടൊരാൾ പോലും കോസ്റ്റിൻ്റെ കാരണങ്ങളാൽ മാറി നിൽക്കരുത്. അവർക്കൊരു അഫോർഡബിൾ ആവാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് കുറേ കൂടെ നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റണം. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ അതിനകത്ത് ഈ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ ചില കേസുകളിൽ വേണ്ടി വരാം. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അതിനകത്ത് കുറച്ച് എക്സ്പെൻസിവ് വരും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു ടൈം ഫ്രെയിം ഉണ്ടല്ലേ. ഇപ്പോൾ ഒരു ഇത്രയും നാൾക്കുള്ളിൽ നമുക്ക് കൺസീവ് ആകണം എന്നുള്ളൊരു പോസിറ്റീവ് ആകണം എന്നുള്ള രീതിയിലാണ് എങ്കിൽ ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ബെറ്റർ ആകേണ്ടി വരാം.
ചിലപ്പോൾ IVF പോലെ ട്രീറ്റ്മെൻറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. അപ്പോൾ അതെല്ലാം ഇതിനകത്തൊരു ഘടകമാണ്. കോസ്റ്റ് പിന്നിലോട്ട് വലിക്കാത്ത രീതിയിൽ വളരെ എക്കണോമിക്കലായിട്ടും വളരെ സക്സസ്സോടുകൂടി ഏറ്റവും ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ്സ് ഇൻകോപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയാൽ, കൊണ്ടുവരുന്ന പോലെ നമ്മളിപ്പോൾ അങ്ങനെ കുറേ ചെയ്യാറുണ്ട്, അതുപോലെ കണ്ടിന്യൂ ചെയ്താൽ കുറേ കപ്പിൾസിന് IVF ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനിലൂടെ കുഞ്ഞുങ്ങളാവാൻ പറ്റും എന്നുള്ളതാണ്. പലരും ട്രീറ്റ്മെൻറ്റ് നിർത്തി കളയാറുണ്ട്. ഒരു IVF ചെയ്തു, 2 IVF ചെയ്ത് പരാജയപ്പെട്ടു. പക്ഷേ ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ സുഹൃത്തുക്കളുടെ അടുത്തും പേഷ്യൻസിൻ്റെ അടുത്തും പറയുന്ന പോലെ ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാതെ യു ഷുഡ് കണ്ടിന്യൂ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്താൽ പോസിറ്റീവ് വരാനുള്ള സാധ്യതകൾ കുറേ കൂടെ കൂട്ടാനായിട്ട് പറ്റും. ട്രീറ്റ്മെൻറ്റ് നിർത്തുന്നതിലൂടെ സമയപരിമിതി മൂലം ഞാനൊന്ന് ഇടപെടുകയാണ് ഡോക്ടർ. IVFിൻ്റെ സാധ്യതകളെക്കുറിച്ചും ചികിത്സാ രീതിയെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ചേർന്നത് തിരുവനന്തപുരം യാന ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽ ഡയറക്ടറും ചീഫ് കൺസൾട്ടൻറ്റുമായ ഡോക്ടർ വിവേക് പോൾ വിദ്യത്തിലാണ്. നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.